In this problem, our aim is to find the potential on the surface of a spherical shell. We have been given radius r equal to 0.1 meter and charge of the spherical shell equal to 100 microcoulomb, that is equal to 100 into 10 raised to minus 6 coulomb. Now, according to boundary condition of potential, the potential across the boundary is continuous, which means that the potential on the surface of a spherical shell equal to, or a conductor equal to, the potential inside the conductor of spherical shell. So if we want to calculate V inside, we simply calculate V surface, that is potential on the surface. So potential on the surface, V surface, equal to Q by 4 pi epsilon 0 R, which is equal to 1 by 4 pi epsilon 0 Q by R. We already know the value of 1 by 4 pi epsilon 0 is simply 9 into 10 raised to 9. So V surface equal to 9 into 10 raised to 9 into, what is the value of Q? It is equal to 100 microcoulomb, that is 100 into 10 raised to minus 6 divided by 0.1 meter. So ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 9 into 10 raised to 6 volt. അപ്പോൾ നോക്കുക, we got the potential on the surface of the spherical shell which will be equal to the potential inside it. പ്രോബ്ലം വളരെ സിമ്പിൾ ആണ്, പക്ഷേ ഈ ഒരു ബൗണ്ടറി കണ്ടീഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ചെയ്യാം. ഈ ഒരു പ്രോബ്ലത്തിൽ our aim is to find the surface charge density of this conductor or silver foil when it just lifts off. ഓക്കെ, അപ്പം നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് നമുക്ക് ആദ്യം എഴുതാം. മാസ് ഓഫ് ദ സിൽവർ ഫോയിൽ തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് ഈക്വൽ ടു 0.4 കിലോഗ്രാം ആണ്. ആൻഡ് ഏരിയ ഓഫ് ദി സിൽവർ ഫോയിൽ ഈസ് ഗിവൺ ആസ് 10 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇപ്പോൾ ഇതിനെ നമുക്കൊന്ന് SI യൂട്ടിലേക്ക് ആക്കാം. അപ്പോൾ 10 ഇൻറ്റു സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് ആക്കണം അല്ലേ. സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കുന്ന എങ്ങനെയാണ്, 10 raised to minus 2 മീറ്റർ ആണെന്ത് 1 സെൻറ്റിമീറ്റർ. അപ്പം സെൻറ്റിമീറ്റർ സ്ക്വയർ എന്താ വരും, 10 raised to minus 4 meter square. So this is equal to 10 raised to minus 3 meter square. Okay, ഇനി നമ്മുടെ സിൽവർ ഫോയിൽ ജസ്റ്റ് ലിഫ്റ്റ് ഓഫ് എന്ന് പറയുന്നുണ്ട് അല്ലേ. ജസ്റ്റ് ലിഫ്റ്റ് ഓഫ് എന്ന് പറയുമ്പോൾ ദർ ഈസ് സം ബാലൻസിങ് ഫോഴ്സസ്, അല്ലെങ്കിൽ അവിടെ 2 ബാലൻസിങ് ഫോഴ്സുകൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ് ആ ബാലൻസിങ് ഫോഴ്സ്? ഒന്നാമത്തെ ബാലൻസിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിൽവർ ഫോയിൽ ആണ്. സോ നമുക്കറിയാം ദ ഫോഴ്സ് ഓൺ ദ സർഫസ് ഓഫ് എ കണ്ടക്ടറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, F ഈക്വൽ ടു സിഗ്മ സ്ക്വയർ A ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ 0 ആണ്. ഓക്കെ, ഇനി ഇത് ജസ്റ്റ് ലിഫ്റ്റ് ഓഫ് എന്ന് പറയുമ്പോൾ ഈ ഫോഴ്സിനെ ബാലൻസ് ചെയ്യുന്ന ഒരു ഫോഴ്സും കൂടെ വേണം. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് അതിൻ്റെ വെയിറ്റ് ആണ്, ദാറ്റ് ഈസ് mg. അപ്പം ഈ 2 ഇക്വേഷൻ കൂടെ ഇക്വേറ്റ് ചെയ്യുക. നമുക്ക് വേണ്ട എന്താ, സർഫസ് ചാർജ് ഡെൻസിറ്റി അല്ലേ. സോ സിഗ്മ സ്ക്വയർ ഈക്വൽ ടു mg ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2 എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഏരിയ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എം എത്രയാ, 0.4 ഇൻറ്റു ജി 9.8 എടുക്കാം, ഇൻറ്റു 2 ഇൻറ്റു എപ്സിലോൺ 0ൻ്റെ വാല്യൂ, പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസിൻ്റെ വാല്യൂ 8.854 ഇൻറ്റു 10 raised to minus 12 divided by 10 raised to minus 3. ഓക്കെ, ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത് 69.41 ഇൻറ്റു 10 raised to minus 9, ദാറ്റ് ഈസ് സിഗ്മ സ്ക്വയർ. ഇനി സിഗ്മ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ആൻസറിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ദ ആൻസർ വിൽ ബി 2.634 into 10 raised to minus 4. What is the unit of surface charge density? Surface charge density എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ഏരിയ, ദാറ്റ് ഈസ്
coulomb per meter square. So this is the answer. ഇനി ഈ ഒരു പ്രോബ്ലം നോക്കാം. ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ? ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ് ഓഫ് ദ ന്യൂക്ലിയസ് ഹാവിംഗ് അറ്റോമിക് നമ്പർ 30 ആൻഡ് അറ്റോമിക് മാസ് 64. അറ്റോമിക് നമ്പർ 30യും അറ്റോമിക് മാസ് 64 ഉള്ള എലമെന്റ് എന്ന് പറയുന്നത് സിങ്ക് ആണ്. ഇനി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എക്സ് ഇട്ട് കൊടുക്കുക, അറ്റോമിക് നമ്പർ എഴുതുക, മാസ് നമ്പർ എഴുതുക. ഓക്കെ, ഇനി എന്തിനാണ് ഈ അറ്റോമിക് നമ്പറും മാസ് നമ്പറും തന്നിട്ടുള്ളത്? നമ്മളെ ന്യൂക്ലിയസിന്റെ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാനുള്ള ഒരു ഐഡിയ ആണ് ആക്ച്വലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കറിയാം ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്. പ്രോട്ടോൺ ആണ് ചാർജ് ഉള്ളത് അല്ലേ. ഇനി വാട്ട് അറ്റോമിക് നമ്പർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ? അറ്റോമിക് നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്. അപ്പം നമ്പർ ഓഫ് പ്രോട്ടോൺ എത്രയാ? ഈക്വൽ ടു 30. ഇനി വാട്ട് ഈസ് ദ ചാർജ് ഓഫ് പ്രോട്ടോൺ? ഇതൊന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ട ഡാറ്റയാണ് ചാർജ് ഓഫ് പ്രോട്ടോൺ, ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്നുള്ള കാര്യം. അപ്പോൾ ചാർജ് ഓഫ് പ്രോട്ടോൺ എത്രയാ? 1.6 ഇൻറ്റു 10⁻⁻19 കൂളം. ഇലക്ട്രോണിന്റെ ചാർജ് ആയിരുന്നെങ്കിൽ -1.6 ഇൻറ്റു 10⁻⁻19 കൂളം വരും. സോ ദ ടോട്ടൽ ചാർജ് ഓഫ് ന്യൂക്ലിയസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ ഇൻറ്റു ചാർജ് ഓഫ് 1 പ്രോട്ടോൺ. ഓക്കെ, ശരിയല്ലേ? ഞാൻ തൽക്കാലം അതിനെ അങ്ങനെ തന്നെ എഴുതി വയ്ക്കുന്നു. ഇനി നമുക്ക് വേണ്ട സർഫസിലല്ലേ. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ന്യൂക്ലിയസ്? റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് എത്രയാ? റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് 1.2 ഫെർമി മീറ്റർ ആണ്, അല്ലെങ്കിൽ 1.2 ഇൻറ്റു 10⁻⁻15 മീറ്റർ ആണ് നമ്മുടെ ഒരു ന്യൂക്ലിയസിൻ്റെ റേഡിയസ് നമ്മൾ പറയുക. ഇനി നമ്മുടെ പൊട്ടൻഷ്യലിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എന്താ? അല്ലെങ്കിൽ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എന്താ? അറ്റ് ദ സർഫസ് എന്ന് പറയുമ്പം ഈ ഡിസ്റ്റൻസിലുള്ള അല്ലേ, V ഈക്വൽ ടു 1/4πε0 Q/r. 1/4πε0ൻ്റെ വാല്യൂ ഒറ്റയടിക്ക് നമുക്ക് പറയാം എത്രയാ? ദാറ്റ് ഈസ് 9 ഇൻറ്റു 10⁻9 ഇൻറ്റു ചാർജ് 30 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19 ഹോൾ ഡിവൈഡഡ് ബൈ 1.2 ഇൻറ്റു 10⁻⁻15. നിങ്ങളിതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക, കാൽക്കുലേറ്റർ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? വിച്ച് വിൽ ബി ഈക്വൽ ടു 36 ഇൻറ്റു 10⁻6 വോൾട്ട്. So the potential on the surface of the nucleus having atomic number 30 and mass number 64 is 36 into 10⁻6 volt. ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മളോട് കാണാൻ പറഞ്ഞത് വാട്ട് ഈസ് ദ ചാർജ് ഓൺ ഈച്ച് പിത്ത് ബോൾ എന്നാണ് ചോദിച്ചത്. അപ്പം ഈ പിത്ത് ബോളുകൾ, 2 പിത്ത് ബോളുകളും നമ്മൾ സ്ട്രിങ് ഈക്വൽ ലെങ്ത് ഉള്ള സ്ട്രിങ് വെച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. L ലെങ്ത് ഉള്ള സ്ട്രിങ് വെച്ച് നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സസ്പെൻഡ് ചെയ്തപ്പം ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ ഈ ഒരു ഈക്വലി ചാർജ് ചെയ്തപ്പോൾ നമ്മളെ പിത്ത് ബോളുകൾ D ഡിസ്റ്റൻസ് അകലയിലേക്ക് എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഈ സെപ്പറേഷന് കാരണം എന്തായിരിക്കും? കൂളംബിക് റിപ്പൾഷൻ ആയിരിക്കുമല്ലോ, ശരിയല്ലേ? ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള Q കാണാനാണ്. ഇവിടെ നോക്കിയേ, ഇത് മാസ്, ഓരോ പിത്ത് ബോളിൻ്റെയും മാസ് എമ്മും തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇങ്ങനെ ഈക്വൽ ആയിട്ട്, അല്ലെങ്കിൽ ഇത് റിപ്പൾസീവ് ഫോഴ്സ് ആയിട്ട് അത് അതേപോലെ തന്നെ D ഡിസ്റ്റൻസ് അകലെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഏതോ ഒരു ഫോഴ്സും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ ബാലൻസ് ചെയ്യുന്നുണ്ട്. ബാലൻസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഇത് എപ്പോഴും എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ അത് ആ രീതിയിൽ തന്നെ നിൽക്കണം, D ഡിസ്റ്റൻസ് അകലെ തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ദർ ഈസ് സം കൈൻഡ് ഓഫ് ബാലൻസിങ് ഫോഴ്സ്. അപ്പോൾ ആ ബാലൻസിങ് ഫോഴ്സ് ആദ്യം നമുക്കൊന്ന് കണ്ടുനോക്കാം. ഞാൻ ഈ ഒരു പിത്ത് ബോളിൻ്റെ സെക്ഷൻ മാത്രം ഞാൻ തൽക്കാലം എടുക്കുകയാണ്. അപ്പോൾ നോക്കി, ഇതിന് മാസ് അല്ലേ, M മാസ് ഉണ്ട്. ഈ M മാസ് കാരണം നമ്മുടെ mg ഫോഴ്സ് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുമല്ലോ അല്ലേ. ഇനി ഈ സ്ട്രിങ്ങിലെ ടെൻഷന് ഈക്വൽ ആയിട്ട് ദർ വിൽ ബി എ കോമ്പണൻറ്റ് ഓഫ് mg, ദാറ്റ് വിൽ ബി mg കോസ് തീറ്റ. കാരണം ഈ ആംഗിൾ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ മിഡ് പോയിന്റിലേക്ക് കൊടുത്തപ്പോൾ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ദിസ് ആംഗിൾ ആൾസോ തീറ്റ ആയിരിക്കും. സോ mg കോസ് തീറ്റ. ഇനി ഇതേപോലെ ഇതിന്
ഇങ്ങനെ ഒരു കമ്പോണൻ്റ് ഉണ്ടാവുമല്ലോ അല്ലേ, അതായത് ഇതിൻ്റെ മിഡ് പോയിന്റിലേക്കുള്ള ഒരു കമ്പോണൻ്റ് ഉണ്ടാവുമല്ലോ, അതെന്തായിരിക്കും എം ജി സൈൻ തീറ്റ ആയിരിക്കും. അപ്പം ഇതിനെ തിരിച്ച് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ്, ഈ റിപ്പൾസീവ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് എം ജി സൈൻ തീറ്റ അവിടെ ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നമ്മുടെ ബാലൻസിങ് ഫോഴ്സ് ഏതാണ് ശരിക്കും എം ജി സൈൻ തീറ്റ. അപ്പം നമുക്ക് എഴുതാം ഹിയർ എം ജി സൈൻ തീറ്റ ബാലൻസസ് ദ കൂളംബിക് റിപ്പൾഷൻ ഫോഴ്സ് ബിറ്റ്വീൻ ടു ഈക്വലി ചാർജ്ഡ് പിങ്ക് ബോൾ. ഇനി കൂളംബിക് ഫോഴ്സ് പ്രകാരം the value of force equal to 1 by 4 pi epsilon 0 q square by ഇവിടെ ഡിസ്റ്റൻസ് ഏതാ ഡി അല്ലേ, സോ ഡി സ്ക്വയർ. ഈ പിത്തുബോളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി. ഇനി ഇവിടെ നമുക്ക് സൈൻ തീറ്റയും കൂടെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഞാൻ ഈ ഒരു ട്രയാങ്കിളാണ് ഞാൻ എടുക്കുന്നത് വിചാരിക്കുക. ഞാൻ ഈ ഒരു സെക്ഷനെ ഞാൻ വലുതാക്കി വരയ്ക്കുകയാണ്. ഈ ആംഗിൾ തീറ്റയാണ്, ഇത് എൽ ആണ്, ആൻഡ് ദിസ് ഈസ്, ഇത് മൊത്തം ഡി ആണ്. അപ്പോൾ അതിന് മിഡ് പോയിന്റ് ആയിക്കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും ഡി ബൈ 2. സോ സൈൻ തീറ്റ വിൽ ബി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡി ബൈ 2 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനീസ് ദാറ്റ് ഈസ് എൽ. സോ ദിസ് ഈസ് ഈക്വൽ ടു ഡി ബൈ 2l. അപ്പോൾ ആ ഡാറ്റയും നമുക്ക് കിട്ടി. ഇനി ഈ വാല്യൂ എന്ത് ചെയ്താൽ ഈക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യൂ സ്ക്വയർ എന്നുള്ളൊരു ഇക്വേഷൻ ആദ്യം നമുക്ക് എഴുതാം. സോ ഫ്രം ഹിയർ എം ജി ഇൻറ്റു സൈൻ തീറ്റയ്ക്ക് പകരം ഡി ബൈ 2l equal to 1 by 4 pi epsilon 0 q square by d square, or q square equal to mgd, okay, mgd ആയല്ലോ, divided by 2l. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം ഇൻറ്റു 4 pi epsilon 0 d square. അപ്പം ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്, കട്ട് ചെയ്ത് 2 ആയിട്ട് മാറും. ഇവിടെ ഡി സ്ക്വയർ ഉണ്ട്, ഡി ഉണ്ട്, അപ്പോൾ ഡി ക്യൂ അല്ലേ. സോ ദിസ് ഇസ് ഈക്വൽ ടു എം ജി 2mg, ഈ 2 ഉണ്ട്, 2mg പൈ എപ്സിലോൺ 0 ഡി ക്യൂബ് ഡിവൈഡഡ് ബൈ എൽ. ദിസ് ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ. നമ്മളോട് ക്യൂ സ്ക്വയർ അല്ല കാണാൻ പറഞ്ഞത്, ചാർജ് ഓൺ ഈച്ച് പിത്തോളാണ് ചോദിച്ചത്. സോ ക്യൂ ഈക്വൽ ടു ഇതിൻ്റെ സ്ക്വയർ റൂട്ട്, ദാറ്റ് ഈസ് 2mg പൈ എപ്സിലോൺ 0 ഡി ക്യൂബ് ഓൾ ഡിവൈഡഡ് ബൈ എൽ ഹോൾ റേസ് ടു 1/2. സിമ്പിൾ പ്രോബ്ലം ആണ്, പക്ഷേ നമുക്ക് ഈ ഒരു ബാലൻസിങ് ഫോഴ്സിൻ്റെ ഒരു ഐഡിയ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രോബ്ലം പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എം ജി സൈൻ തീറ്റ ആണ് ഈ ഒരു രണ്ട് പിത്ത് ബോളുകളെയും ഒരേ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യുന്നത്, കീപ്പ് ചെയ്യുന്നത്. ആ കീപ്പ് ചെയ്യുന്നത് മാത്രമല്ല, ആ റിപ്പൾസീവ് ഫോഴ്സിനെ ബാലൻസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ആ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഡി ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യുന്നത്. നല്ല ഐഡിയ മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് ആദ്യം നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമുക്ക് രണ്ട് ചാർജ്ഡ് ഐഡൻറ്റിക്കൽ ഡ്രോപ്സ് തന്നിട്ടുണ്ട് ഹാവിങ് പൊട്ടൻഷ്യൽ വി. അപ്പം ഞാൻ അതിൻ്റെ ഒരു സിംഗിൾ ഡ്രോപ്പിൻ്റെ പൊട്ടൻഷ്യൽ എഴുതാണ് വി ഈക്വൽ ടു 1/4πε0. ചാർജ് ക്യൂ ആണെന്നുണ്ടെങ്കിൽ ക്യൂ ഡിവൈഡഡ് ബൈ, ഇനി ആ ഐഡൻറ്റിക്കൽ ഡ്രോപ്പിലെ ഒരു ഡ്രോപ്പിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ ദിസ് വിൽ ബി ദ പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ് ഓഫ് ദാറ്റ് ഡ്രോപ്പ്. അപ്പോൾ ഇതേപോലത്തെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള അടുത്ത ഡ്രോപ്പ് ഉണ്ട്. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞാൽ എന്താ, വാട്ട് വിൽ ബി ദ ന്യൂ പൊട്ടൻഷ്യൽ വെൻ ദീസ് ടു ഐഡൻറ്റിക്കൽ ഡ്രോപ്പ് മേർജ് ടുഗദർ. ഈ രണ്ട് ഐഡൻറ്റിക്കൽ ഡ്രോപ്സുകളും ചാർജ്ഡ് ആയിട്ടുള്ള ഐഡൻറ്റിക്കൽ ഡ്രോപ്പുകളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ആ ഫോം ചെയ്യുന്ന ചാർജ്ഡ് ഡ്രോപ്പിൻ്റെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും എന്നാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കത് കണ്ടു നോക്കാം. അപ്പം സോ വി ഈക്വൽ ടു 1/4πε0 ചാർജ് അല്ലേ, ഞാൻ ക്യൂ ഡാഷ് എന്ന് കൊടുക്കുന്നു, ചാർജ് ഓഫ് ദ മേർജ്ഡ് ഡ്രോപ്പ് ക്യൂ ഡാഷ് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ദിസ് മേർജ്ഡ് ഡ്രോപ്പ്. അപ്പം ഇതിൽ നമുക്ക് ക്യൂ ഡാഷും അറിയില്ല, ആറും അറിയില്ല. പക്ഷേ നമുക്കൊരു കാര്യം അറിയാം, നമ്മൾ രണ്ട് ചാർജുകളെ മേർജ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് ചാർജുകളെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ചാർജ് എന്തായിരിക്കും, രണ്ട് ചാർജിൻ്റെയും സം ആയിരിക്കും. അതായത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് അല്ലേ. അപ്പോൾ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് പ്രകാരം ഇവിടെ നമ്മൾ ക്യൂ ഡാഷ് നമുക്ക് എന്തായിരിക്കും കിട്ടുക, ആദ്യത്തെ ഡ്രോപ്പിൻ്റെ ചാർജ് ക്യൂ ആണ്, രണ്ടാമത്തെ ഐഡൻറ്റിക്കൽ ഡ്രോപ്പിൻ്റെ ചാർജും ക്യൂ ആണ്. സോ ദ ന്യൂ ചാർജ് വിൽ ബി, ഓർ ദ ചാർജ് ഓഫ് ദ മേർജ്ഡ് ഡ്രോപ്പ് വിൽ ബി q പ്ലസ് ക്യൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2q. അപ്പോൾ ക്യൂ ഡാഷ് കിട്ടി. ഓക്കെ, ഇനി ആര് വേണം, 6 വേണം. നമ്മൾ രണ്ട് ഡ്രോപ്പും കൂടെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ഡ്രോപ്പിൻ്റെ വോളിയത്തിന് എന്തെങ്കിലും മാറ്റം വരുമോ,
ഒരു മാറ്റം വരാൻ പോകുന്നില്ല. അതായത് വോളിയം വിൽ ബി ഈക്വൽ ആയിരിക്കും അല്ലേ. സോ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, മേർജ്ഡ് ആയിട്ട് കിട്ടുന്ന വലിയ ഡ്രോപ്പിന്റെ വോളിയം ഞാൻ എഴുതുന്നു. ദാറ്റ് ഈസ് 4/3 പൈ ആർ ക്യൂബ് ഈക്വൽ ടു 2 ടൈംസ് എന്ത് 2 ടൈംസ് ദ വോളിയം ഓഫ് സിംഗിൾ ഐഡന്റിക്കൽ ഡ്രോപ്പ്. ശരിയല്ലേ? 2 ടൈംസ് വരാൻ കാരണം 2 ഡ്രോപ്പ് ഉള്ളതുകൊണ്ട് അല്ലേ. അപ്പോൾ 4/3 പൈ കട്ട് ചെയ്ത് പോയി, 4/3 കട്ട് ചെയ്ത് പോയി. സോ ആർ ക്യൂബ് ഈക്വൽ ടു 2 ഇൻറ്റു സ്മോൾ ആർ ക്യൂബ് ഓർ ആർ ഈക്വൽ ടു ഇതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുക. സോ 2⁻1/3 ആർ. സോ നമുക്ക് എന്ത് കിട്ടി? ആറും അതായത് ദ റേഡിയസ് ഓഫ് ദ ന്യൂ ഡ്രോപ്പും സ്മോൾ റേഡിയസ് അതായത് റേഡിയസ് ഓഫ് ദ ഐഡന്റിക്കൽ ഡ്രോപ്പും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം വി ഈക്വൽ ടു 1/4πε0 2q ഡിവൈഡഡ് ബൈ ആർ ഡാഷിന് വരാ ക്യാപിറ്റൽ ആറിന് വരാ ആരാണ്? 2⁻1/3 ആർ. നോക്കുക, ഇതിന് ഞാൻ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഐഡിയ കിട്ടും. ഈ 2നെ ഞാൻ പുറത്തേക്ക് എടുത്തു, ഡിനോമിനേറ്ററിൽ 2⁻1/3 ഞാൻ പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താ ഉള്ളത്? 1/4πε0 ഉണ്ട് അല്ലേ. ബാക്കിയോ q/r. ഈ വാല്യൂ എന്താ നോക്കിയേ. നമ്മൾ ഐഡന്റിക്കൽ ഡ്രോപ്പിന്റെ പൊട്ടൻഷ്യൽ അല്ലായിരുന്നു 1/4πε0 q/r എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 2/2⁻1/3 സ്മോൾ v. ഇനി വാട്ട് ഈസ് 2/2⁻1/3? 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2⁻1/3 ഇൻറ്റു 2⁻1/3 ഇൻറ്റു 2⁻1/3 നമുക്ക് എഴുതാം 2. ഇനി 2 ഡിവൈഡഡ് ബൈ 2⁻1/3 എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ 2⁻1/3. അപ്പോൾ ഒരു 2⁻1/3 കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? 2⁻2/3. സോ this is equal to 2⁻2/3 b. So the new potential or the potential of the merged charge drop will be v equal to 2⁻2/3 times the potential of the identical drop. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താ? ഹൗ ഫാർ അപ്പാർട്ട് ആർ ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഹൂസ് പൊട്ടൻഷ്യൽ ഡിഫർ ബൈ 3 വോൾട്ട്. മാത്രമല്ല നമുക്ക് സർഫസ് ചാർജ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. സിഗ്മ ഈക്വൽ ടു 1.5 ഇൻറ്റു 10⁻⁻8 കൂളം പെർ മീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിലേഷനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ ആണ് അല്ലേ. അല്ലെങ്കിൽ ദിസ് ഈക്വൽ ടു -v ബൈ ഡിസ്റ്റൻസ് ഞാൻ തൽക്കാലം d എന്ന് കൊടുക്കുന്നു. സോ -v ബൈ d. ഇനി ഇതിനെ എനിക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, എനിക്ക് ഇതിൻ്റെ ഡയറക്ഷൻ വേണ്ട. ആക്ച്വലി മൈനസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയറക്ഷനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അതൊന്നും വേണ്ട എനിക്ക്. സോ ഞാൻ മോഡുലസ് ഓഫ് e എടുക്കുകയാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു v ബൈ d. ശരിയാണല്ലോ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആരാ? ഒരു ഇൻഫിനിറ്റ് ചാർജ്ഡ് ഷീറ്റാണ്. വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഇൻഫിനിറ്റ് ചാർജ്ഡ് ഷീറ്റ്? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. E ഈക്വൽ ടു എന്താണ്? സിഗ്മ ബൈ 2ε0 അല്ലേ. സോ ദിസ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഇൻഫിനിറ്റ് ചാർജ്ഡ് ഷീറ്റ്. അപ്പം ഇൻഫിനിറ്റ് ചാർജ് ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ആസ് എ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് റിലേഷൻ കിട്ടി. ഈ ഇക്വേഷനും നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. സോ v by d ഈക്വൽ ടു സിഗ്മ ബൈ 2ε0 ഓർ നമുക്ക് വേണ്ട എന്താ? ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. സോ d ഈക്വൽ ടു v ഇൻറ്റു 2ε0 ഡിവൈഡഡ് ബൈ സിഗ്മ. വാല്യൂസ് ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. ദിസ് ഇസ് ഈക്വൽ ടു v എത്രയാ? 3 ഇൻറ്റു 2 into ε0 permittivity of free space 8.854 into 10⁻12 divided by 1.5 into 10⁻8. ഇനി ഇതൊന്ന് നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത്
34.4 ഇൻറ്റു 10⁻⁻4 മീറ്റർ ആയിരിക്കും. അതായത് 34.4 ഇൻറ്റു 10⁻⁻4 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 3.44 millimeter ആയിരിക്കും. സോ ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് ഓർ ദിസ് ഈസ് ദ distance from the equipotential surface to the charged conducting sheet.